അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അന്ന് നുസൈബയുടെ ഉപ്പയുടെ ആ സ്നേഹിതൻ്റെ കടയിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ല, എന്തായി മോളെ കല്യാണത്തിൻ്റെ കാര്യമൊക്കെ? ആ, ഇൻഷാ അല്ലാ ചെറിയൊരു സംഭവം കൂടെ ഒക്കെ ഒന്ന് ഒത്ത് റെഡി ആവാണ്ട്. പിന്നെ ഓൻക്കെന്താ ഓൻ്റെ കടൻ്റെ ഉദ്ഘാടനമോ കാര്യങ്ങളൊക്കെ ആയിട്ടേ അതും കൂടെ ഒന്ന് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാ റാഹത്തായി നടക്കട്ടെ അല്ലേ. ചെക്കൻ കുഴപ്പമൊന്നുമില്ല, ഞാൻ പോയി കണ്ടല്ലേ, നല്ലതാണ് എല്ലാം കൊണ്ടും. പക്ഷേ നുസൈബയുടെ ഉപ്പ ആ ഒരു വിവരം അദ്ദേഹത്തോട് പറഞ്ഞിട്ടില്ലായിരുന്നു, അത് തൻ്റെ മരുമകൻ്റെ അനിയന് തന്നെയാണ് എന്നുള്ളത്. എന്തായാലും ആ വിവരമൊന്ന് പങ്കുവെക്കാം എന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. എടാ, അനക്കറിയോ, ഞാൻ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എന്തേ? അല്ലേ, നമ്മളെ കുട്ടീനെ ചോദിച്ച ആ ചെക്കനെ പുറമക്കാരൊന്നല്ല. പിന്നെ അതാരാ? അതെ, നമ്മളെ മരുവൻ്റെ ആദ്യം കെട്ടിയില്ലേ, ഓൻ്റെ അഞ്ചൻ തന്നെയാണ്. സംഭവം അറിഞ്ഞിട്ടില്ല, പിന്നെയാണ് അറിഞ്ഞത്. അറിഞ്ഞപ്പോൾ പിന്നെ പഠിച്ചോനെ, അതേതൊരു നല്ല കാര്യമായിട്ടോ. ആ ഉമ്മാക്ക് വലിയ ഇഷ്ടമില്ലേനോ ഓളെ? അല്ല, ഇനിയിപ്പം വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കൂലേക്കുല്ലേ? അള്ളാഹു ആലം, ഒക്കെ പഠിച്ചോനെ വിട്ടു കൊടുത്തിക്കണം. നമ്മളൊന്നും അറിഞ്ഞിട്ടുമില്ല, ചെയ്തിട്ടില്ല. എൻ്റെ കുട്ടി ഇതുവരെയായിട്ട് ഓനെ കണ്ടിട്ടുമില്ല. ആദ്യമായിട്ട് കണ്ടത് കോളേജിൽ അവിടെ വെച്ചിട്ടാണ്. പിന്നെ ഇവിടെ വന്നപ്പോൾ ഒരിക്കലും കണ്ടിട്ടുമില്ല. ഒക്കെ പഠിച്ചോൻ്റെ ഒരു കളിയല്ല. അപ്പം എന്താ ലത്തീഫേ, സമാധാനമായില്ലേ? എന്തായാലും ആ കുട്ടി ഒരുപാട് കഷ്ടപ്പെട്ടതിന് പകരമായിട്ട് ആ കുട്ടിക്ക് പഠിച്ച റബ്ബായിട്ടാണ് ഇങ്ങനെ നല്ലൊരു അവസരം കൊടുത്തത് ഇതിനു വേണ്ടിയിട്ട്. എന്തായാലും ഹയറാക്കട്ടെ. അല്ല, മറ്റേ കല്യാണമൊക്കെ മുടങ്ങി പോയേക്കില്ല? ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. ഹുസൈനാജിൻ്റെ വീട്ടിലത്തെ മോനെ കൊണ്ട് പറഞ്ഞിനല്ലോ, അതൊന്നുമില്ല. അതൊക്കെ കണ്ട് ഒഴിഞ്ഞ് പോയിക്കണേ. ഇനി അതൊന്നും കുത്തി പൊന്തിച്ച് ഉണ്ടാക്കാഞ്ഞാൽ മതിയായിരുന്നു. ഓനിപ്പോൾ ജയിലിലാണെന്നൊക്കെയല്ലേ പറഞ്ഞു കേട്ടത്. ഓൻ്റെ കയ്യിലിരിപ്പോണ്ടേ എല്ലാവരും നല്ല ഉപദ്രവിക്കുക വെച്ചാൽ ഇങ്ങനെയൊക്കെ തന്നെ. ഓനോൻ്റെ ഇഷ്ടം പോലെ അങ്ങനെ നടക്കും. അതന്നെ, അതിന് ഇരയാണ്ടവർ ബാക്കി പെണ്ണുങ്ങളും അങ്ങനെയൊക്കെയാണ്. കുറച്ചവിടെ കിടന്നാൽ മതിയായിരുന്നു. എന്നാൽ തന്നെ മനുഷ്യന് പുറത്തിറങ്ങി നടക്കാൻ ഒരു സമാധാനമാണ്. പൈസ അങ്ങനെ പൂത്ത പണം കിടന്നിട്ടേ എന്താ കാട്ടാ പൊടിയരില്ല. എന്തും ആവാലോ, എന്തും ചെയ്യാം. എല്ലാവരും പാവങ്ങളൊക്കെ പേടിച്ച് ജീവിക്കണം, ആ ഒരു അവസ്ഥയാണ്. എന്തായാലും പോലീസിൻ്റെ കയ്യിൽ കിട്ടിയിരിക്കണല്ലോ, നല്ല കണക്കിന് കൊടുക്കുന്നുണ്ടാവും. കുറച്ചൊന്നും കിട്ടിയാൽ പോരാ. അതെ, എത്ര കിട്ടിയാലും ഒന്നും കൂടി ഉസുറ് കൂടിയേ വരുള്ളൂ. ഇനി നോക്കിക്കൊണ്ട് ഇറങ്ങുമ്പോൾ വാശിയും വൈരാഗ്യമായിട്ട് ഇറങ്ങും. അതാണ് പേടി. ഒരാളെയും നല്ല രീതിയിൽ ജീവിക്കാൻ സമ്മതിക്കില്ല. കുറച്ചൊരു ഗ്ലാമറുള്ള പെണ്ണുങ്ങൾ നമ്മളെ നാട്ടിലുണ്ടോ, എന്നാൽ പിന്നെ അത് ഓൻ്റെ കാൽക്കീഴ്ക്ക് ഇങ്ങോട്ട് എത്തണം. അതാണ് ഓൻ. അതിനു വേണ്ടി ഇനിയിപ്പോൾ എത്ര സ്വത്തും മുതലും സ്വർണം കൊടുത്ത് ഓളെ സ്വന്തമാക്കും. അതാണ് അയാളെ സ്ഥിര ഹോബി. അതുകൊണ്ട് തന്നെ പാവപ്പെട്ട കുറേ പെണ്ണുങ്ങൾ അതിൻ്റെ വലയിൽ വീണിക്കണം. വിവാഹ വാഗ്ദാനം നൽകും, അത്ര തരാം ഇത്ര തരാം പറഞ്ഞ് കൊണ്ടുപോകും. അങ്ങനെ പണിക്ക് പറഞ്ഞ് വീട്ടിൽ വെക്കും. കുറേ കെട്ടിക്കണമെന്നോ കെട്ടിയിട്ടില്ല എന്തൊക്കെ ആർക്കറിയാം. അങ്ങനെ പല പല രീതിയിലുള്ള കച്ചറയും കേസാണ് അതിൻ്റെ പേരിലുള്ളത്. എന്നാലും നാട്ടിൽ വലിയ ആളായിട്ട് നടക്കുമല്ലോ, കാരണം ഓൻ നടക്കാമല്ലോ. അതിന് എത്രയാണ് അവൾ ആസ്തി? അല്ലെങ്കിലും കയ്യൂക്കുള്ളവരും പൈസക്കാരും കാര്യക്കാർ, ബാക്കിയുള്ളവർ പാവങ്ങൾ, അങ്ങനെയൊക്കെയാണല്ലോ. നുസൈബയുടെ ഉപ്പയുടെ മനസ്സിൽ ആ ഒരു വിചാരം ഉണ്ടായിരുന്നു. പഠിച്ച റബ്ബേ, എൻ്റെ കുട്ടീനെ നിക്കാഹ് കയ്യോളം ഓനയിന്ന് ഇറങ്ങാഞ്ഞാൽ മതിയായിരുന്നു. കാരണം നല്ല ദേഷ്യം ഉണ്ടാവും, എന്നെ കടിച്ച് കീറാൻ തക്കത്തോളം ഉണ്ടാകും. അയാൾക്ക് ഓലെ വീട്ടിൽ നിക്കാഹ് അയച്ച് കൊടുത്താൽ തൃപ്തിയായിരുന്നു. പക്ഷേ അതൊന്നല്ല, എൻ്റെ നേർക്ക് ഓനെടുക്കും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട്. പഠിച്ച റബ്ബേ, എൻ്റെ കുട്ടി നിക്കാഹ് കഴിഞ്ഞ് പോയിട്ടൊക്കെ ഇറങ്ങിയാൽ മതി. ലത്തീഫേ, ഇജ്ജ് ബേജാറാണ്ട. ഓനവിടെ കുറച്ച് അങ്ങനെ ഇറങ്ങൊന്നുമില്ല. പലതും കാട്ടിക്കൂട്ടിക്കണില്ലേ, അതൊക്കെ വെറുതെ പറയാണ്. അതേ, ഓനൊക്കെ പൈസ ഇറക്കിയാൽ ആളെ കിട്ടാൻ ഇതൊക്കെ ഇപ്പം ഇറങ്ങി പോരൂലേ, ഈ നോക്കിക്കൊണ്ടി. നുസൈബയുടെ ഉപ്പാക്ക് സത്യം പറഞ്ഞാൽ അയാൾ ഹുസൈനാജി എന്ന് പറയുമ്പോൾ തന്നെ ഒരു പേടിയാണ്. കാരണം തൻ്റെ മോളെ അങ്ങോട്ട് വിവാഹം ആലോചിച്ചതാണ്. അതുകൊണ്ട് തന്നെ എനിക്കെതിരെ ഭീഷണിയുണ്ട്. പടച്ച റബ്ബ് എന്തൊക്കെ വിചാരിച്ചിരിക്കണം അതുപോലൊക്കെ നടക്കും. അല്ല അപ്പം എന്താ ചെയ്യാം? എന്നാൽ ഞാൻ ഇറങ്ങട്ടടാ. അങ്ങനെ അതാ നുസൈബയുടെ ഉപ്പ ആ കടയിൽ നിന്ന് സലാം പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്നു. ഉപ്പയുടെ ദയനീയമായുള്ള ആ ഒരു വരവ് ഉമ്മയും നുസൈബയും സിറ്റ് ഔട്ടിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു. എന്താ ഉപ്പ ഇങ്ങനെ ആക്കുമ്പോൾ എത്ര സങ്കടപ്പെട്ടൊക്കെ വരുന്നത്? ഉപ്പ എന്തു പറ്റി? നുസൈബ് ചോദിച്ചു. ഒന്നുമില്ല മോളെ,
എന്നാലും എന്തോ ഒന്നുണ്ടല്ലോ. അല്ലേ, ഓരോ സ്ഥിതിഗതികൾ ആലോചിച്ചിട്ട് ഒന്നുമില്ല, ഇങ്ങനെ നിന്ന് പോയാൽ മതിയായിരുന്നു. പെട്ടെന്ന് നിക്കാഹണ്ട് എൻ്റെ കുട്ടീനെ കണ്ട് കഴിച്ചു കൊടുത്ത് എനിക്ക് സമാധാനമായിരുന്നു. പെട്ടെന്നാണ് ഉപ്പയുടെ സ്നേഹിതൻ്റെ ആ കടയിലേക്ക് ഒരാൾ ഓടി വന്ന് പറഞ്ഞത്, അതേ കാക്ക, നിങ്ങൾ അറിഞ്ഞോ, ഹുസൈനാജി ഇറങ്ങിക്കണ്. പടച്ചോനെ, ഇറങ്ങിയോ? എന്നാൽ ഇപ്പോൾ ഇവിടെയൊക്കെ ഒരു ഭരണം ഉണ്ടാവും. ഉപ്പയുടെ സ്നേഹിതന് നല്ല ടെൻഷനായി. പാവം, ആ പെണ്ണിനെ നിക്കാഹാണ്ട് കഴിച്ച് കൊണ്ടേക്കണമെങ്കിൽ ഒരു സമാധാനമായിരുന്നു. അല്ലെങ്കിൽ ഇനിയിപ്പോൾ നല്ല സമാധാനത്തിൽ നടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം എന്തെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കും, ഉറപ്പാണ്. റബ്ബേ, ഇങ്ങനത്തെ ഈ പഠിച്ചിക്കണല്ലോ. ഇങ്ങനെയുണ്ടല്ലോ ഓരോ ദജ്ജാലുകൾ. എങ്ങനെ ഇപ്പോൾ ഞാൻ ലത്തീഫിനെ അറിയിക്കുക? ഓൻ അറിഞ്ഞ ആകെ ഞാൻ ടെൻഷനാവും. മിണ്ടാന്നിട്ടും കാര്യമില്ല. എങ്ങനെങ്കിലും ആ ഷോപ്പിൽ പോയി ഒന്ന് പറഞ്ഞ് പെട്ടെന്ന് നിക്കാഹിൻ്റെ കാര്യമുണ്ട്, രഹസ്യമായി മതി. ഒരിക്കലും ആഡംബരം ആർഭാടൊന്നും ഇപ്പം വേണ്ട. ഒരിക്കലും അറിയാൻ പാടില്ല ഓളെ നിക്കാഹ് കഴിഞ്ഞു എന്നുള്ളത്. അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓന് വെച്ചക്കൂല, ഉറപ്പാണ്. ഓന് ദേഷ്യത്തോടെ ഇറങ്ങും. നുസൈബയുടെ ഉപ്പയുടെ സ്നേഹിതന് എന്തൊക്കെയോ ഒരു അസ്വസ്ഥത അനുഭവപ്പെടുകയാണ്. റബ്ബേ, ഒരു സമാധാനത്തിൽ നിൽക്കേന് മനുഷ്യന്മാർ. ഇനിയിപ്പോൾ എന്തൊക്കെയാവും. നാട്ടിലുള്ള 3/4 വിഭാഗം ആൾക്കാർ ഓൻ്റെ പെരീത്തെ പണിക്കാരാണ്. അത്ര സ്ഥലം മുതലും സ്ഥാപനങ്ങളും ഇതൊക്കെ അല്ലേ. മുതലാളി എന്താണ് ചോദിച്ചത്, ആവശ്യപ്പെടുന്നത്, അതങ്ങോട്ട് എത്തിച്ചു കൊടുക്കും എല്ലാവരും. അങ്ങനെയാണ് ഇന്ന് ജീവിച്ചു പോയി. നാട്ടിലത്തെ വലിയൊരാൾ എന്നുള്ള ഒരു നില മൂപ്പര് പറഞ്ഞാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല. പലരും ഹുസൈനാജി ജയിലിൽ പോയി പോലീസ് കൊണ്ടുപോയിട്ട് പല പെണ്ണുങ്ങളും നിന്ന് കരയണം ഉണ്ടെന്ന് പറഞ്ഞിട്ടിരുന്നു. ഞങ്ങൾ ആജിയിൽ പോയാൽ ഞങ്ങൾക്ക് ഞാരാ, ഞങ്ങളെ കാര്യങ്ങൾ നോക്കാൻ ആരാ എന്ന് പറഞ്ഞിട്ട്. അതൊക്കെ ഓൻ പൈസ കൊടുത്ത് നിർത്തുന്ന പെണ്ണുങ്ങളായിരിക്കും. അല്ലാതെ ഇപ്പം ഇങ്ങനെ കരുവോ പെണ്ണുങ്ങൾ? എന്തൊക്കെയാണാവോ ഇനി വരാൻ വേണ്ടി പോകുന്നത്. ഇതിപ്പോൾ ലത്തീഫിനോട് പറഞ്ഞാൽ ഓന് ടെൻഷനാവും. എന്തെങ്കിലും അസുഖമായി കഴിഞ്ഞാലേ അതിലേറെ ആ പെൺകുട്ടി രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോത്തിന് അതൊക്കെ ഇറക്കാൻ ആൾക്കാരുണ്ടാവില്ലേ. പൈസ കൊടുത്താലാ കളി നടക്കാത്തത്. ഓ പൈസ കൊടുത്ത് ഇറക്കിയിട്ടുണ്ടാവില്ലേ. അതൊക്കെ ഓൽക്കൊക്കെ ഇരട്ടിൻ്റെ ഇരട്ടി പാരിതോഷികങ്ങളും കൊടുക്കും, അത് ഉറപ്പാണ്. നുസൈബയുടെ ഉപ്പ സിറ്റൗട്ടിൽ ആ കസാരയിൽ അസ്വസ്ഥനായിരിക്കുന്നത് കണ്ട് അവൾ ചോദിച്ചു, ഉപ്പ എന്ത് പറ്റി നിങ്ങൾക്ക്? എന്താ ഉപ്പൊക്കെ നല്ല ടെൻഷനുള്ള പോലെ ഉണ്ടല്ലോ. ഒന്നുമില്ല മോളെ, എനിക്കെൻ്റെ കുട്ടീനാണ്ട് കൈ കൊടുത്താണ്ട് ഏൽപ്പിച്ച് കഴിഞ്ഞാലേ അതൊരു സമാധാനമാണ്, അത് വിചാരിച്ച് നിൽക്കുകയാണ് ഞാൻ. ഇക്ക, നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. എന്തായാലും ഇപ്പോൾ നമ്മളെ ചെക്കൻ അവിടെ ഉണ്ടല്ലോ, പേടിക്കാനൊന്നും ഇല്ലല്ലോ. ഇന്നല്ലെങ്കിൽ നാളെ പിന്നെ ഓനെന്തോ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം അങ്ങനെയൊക്കെ പറഞ്ഞതൊക്കെ കഴിഞ്ഞോട്ടെ. എന്നാലും സമയമുണ്ടല്ലോ ഇഷ്ടം പോലെ. എടി, അനക്കത് പറഞ്ഞാൽ മതി. എൻ്റെ കൈകൊണ്ട് എൻ്റെ കുട്ടിയെ അങ്ങോട്ട് ഏൽപ്പിച്ച് കൊടുക്കണം. ഓൻ്റെ കയ്യിൽ ഷമ്മാസിനാണ്ട് ഏൽപ്പിച്ച് കൊടുത്താൽ എനിക്ക് റാഹത്തായിട്ട് മരിക്കാം. അല്ലാതെ അതിൻ്റെ മുമ്പൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് പേടി തോന്നുകയാണ്. എന്തിനൊക്കെ ഇങ്ങനെ പേടിക്കണത്? പേടിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. അന്ന് ഉപ്പ പള്ളിയിലേക്ക് ഇറങ്ങി. പള്ളിയിൽ വെച്ച് ഉപ്പയുടെ സ്നേഹിതനെ കണ്ടുമുട്ടി. നിസ്കാരം കഴിഞ്ഞ് രണ്ടുപേരും അവിടെ നിന്നിറങ്ങി. ഹുസൈനാജി ഇറങ്ങിയ വിവരം ലത്തീഫിനോട് പറയണോ പറയണ്ടേന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. പിന്നെ എങ്ങനെ പറയാതിരിക്കും? ഒന്ന് കരുതുന്നത് എപ്പോഴും നല്ലതാണല്ലോ. ലത്തീഫേ. എന്താടാ? അത് ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്ത് കാര്യമാണ്? അത് മറ്റോനെ ഇറങ്ങിക്കണമെന്നാണ് പറഞ്ഞിട്ടത്. ചെറ്റ. എന്താടാ ഇജ്ജ് പറയണത്? അതെ, ഹുസൈനാജി ഇറങ്ങിക്കണ്. ഓനൊക്കെ ഇറക്കാൻ ആളില്ലാത്തത്. പഠിച്ച റബ്ബേ, എൻ്റെ കുട്ടീൻ്റെ ഭാവി. ഹേയ്, ഇജ്ജെന്തിനെ ബേജാറാണ്? എൻ്റെ കുട്ടിക്ക് ഒന്നും പറ്റൂല. എൻ്റെ കുട്ടീനെ എന്തൊക്കെ തന്നെയായാലും കെട്ടാൻ ഓൻ തയ്യാറാണ്. പിന്നെ അഥവാ മുടക്കാൻ മറ്റോ വരികയാണെങ്കിലും ഓള് പറയുമല്ലോ ഉറച്ച രീതിയിൽ. ഒരിക്കലും ഓൾക്ക് ഇഷ്ടമില്ലല്ലോ അയാളെ. അതിനിപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം, രഹസ്യമായിട്ട് നടത്തിക്കാളി, ആരും അറിയണ്ട. ഇങ്ങനെ നിക്കാഹ് നടക്കുന്ന വിവരം ആരും അറിയാൻ പാടില്ല, അതുള്ളൂ. പിന്നെ ബാക്കി ഒരു നിക്കാഹ് കഴിഞ്ഞ പോലെയുള്ള ഇഷ്ടം പോലെ ജീവിച്ചോട്ടെ. പിന്നെ വേണമെങ്കിൽ പാർട്ടിയും കാര്യവും സദ്യയും അതും ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുത്തോളി, അതിനൊന്നും കുഴപ്പമില്ല. നിക്കാഹ് പരമരഹസ്യമായിക്കോട്ടെ. നമ്മൾ അറിയണ 4 ആൾക്കാർ, പള്ളിയിലുള്ള ഖത്തീബ്, പിന്നെ ഓന് പുതിയാപ്പിള, പിന്നെ അവിടുന്ന് ആരാന്ന് വെച്ചാൽ അത്. അങ്ങനെ രഹസ്യമായിട്ട് സംഭവം നടത്തുക. ബാക്കി
പിന്നെ അങ്ങനെ പോരെ, എന്നാലും ഓൾ ഓനക്ക് ഹലാലായില്ലേ. ഓല് ഭാര്യ ഭർത്താക്കന്മാരെ ജീവിച്ചോട്ടെ, ഇനിയിപ്പോൾ ഇവിടെ നിൽക്കണേ ഇവിടെ നിന്നോട്ടെ, അല്ലെങ്കിൽ ഓൻ്റെ വീട്ടിൽ കൊണ്ടുപോയിക്കോട്ടെ, അതൊന്നും നമുക്കൊരു വിഷയമില്ല. പെട്ടെന്ന് സംഭവം അറിയാതെ നടത്തുക. അതിൻ്റെ മുമ്പെങ്ങാനും ഈ ചങ്ങായി ഇത് അറിഞ്ഞിക്കണമെങ്കിൽ അറിയില്ല എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നത്. ഓൻ അത്രക്കും വൈരാഗ്യത്തിലായിരിക്കും ഇറങ്ങിക്കുക. എടാ ഞാൻ അങ്ങോട്ട് നടക്കട്ടെ വീട്ടിക്ക്, എന്നാൽ ശരി. ഏയ് ഇജിങ്ങനെ സങ്കടപ്പെടില്ല കേട്ടോ, ധൈര്യമായിട്ട് നിൽക്ക്. ഇജോളെ ബാപ്പയാണ്. ഈ കൈ പിടിച്ച് കൊടുത്താലാണ് എന്തൊരു നിക്കാഹും അവിടെ നടക്കുകയുള്ളൂ. കാരണം ഇജ ഇതിന് വേണം. എൻ്റെ കൈ കൊണ്ട് എൻ്റെ കുട്ടിനെ ഇജ് ഷമ്മാസിന് വേണ്ടി നിക്കാഹ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടി എപ്പോഴും തയ്യാറായി നിന്നോ. അതിൻ്റെ അപ്പുറത്തേക്കായിട്ട് ഇജൊന്നും ഇപ്പോൾ ആലോചിക്കല്ലേ കേട്ടോ. ഉപ്പയുടെ മനസ്സാകെ കലങ്ങി മറിഞ്ഞിരുന്നു. നേരെ വീട്ടിലേക്ക് ചെന്ന് അവിടെ അങ്ങിരുന്നു. ഇക്ക ഭക്ഷണം എടുക്കട്ടെ? എനിക്കിപ്പോൾ വേണ്ട. അതെന്താ? കുറച്ച് കഴിക്കേ. എന്താ റബ്ബേ നിങ്ങളിങ്ങനെ ഗുളിക കൊടുക്കാനുള്ളല്ലോ നിങ്ങൾക്ക്? വരി, ഇതാ ഞാൻ ഭക്ഷണം എടുത്ത് വെച്ചിക്കണ്, വരി കഴിക്കാം. എനിക്ക് വേണ്ടായിട്ടാണ്, ഒരു ഗ്ലാസ് വെള്ളം മതി. എന്താ ഉപ്പ, എന്ത് പറ്റി? നുസൈബയും വന്നു. ഉപ്പ നേരത്തെ തന്നെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് എന്തൊരു വിഷമം, എന്ത് പറ്റിയത്? ഉപ്പ ഭക്ഷണം കഴിക്കേ. മോളെ എൻ്റെ കുട്ടി. ഉപ്പ അവളുടെ കൈ പിടിച്ച് കരഞ്ഞു. എന്താ ഉപ്പ? എൻ്റെ ഉപ്പ എന്തിനാ കരയുന്നത്? ഉപ്പയുടെ കണ്ണുനീരതാ നുസൈബ തോർത്തി കൊടുക്കുന്നു. ഹേയ് ഉപ്പ കരയല്ലേ, കാര്യം എന്താണെന്ന് വെച്ചാൽ പറയ്. ഒന്നുമില്ല മോളെ, എൻ്റെ കുട്ടിൻ്റെ കാര്യം. എന്താണ് ഉപ്പ പറയ്. മോളെ ഒന്നുമില്ല, പഠിച്ചാൽ വിചാരിച്ച പോലൊക്കെ വരും. എന്തോപ്പ? ആ ഹുസൈൻ ഇറങ്ങിക്കണല്ലോ. അത് കേട്ട് നുസൈബ ഞെട്ടിത്തെറിച്ചു. പടച്ച റബ്ബേ, ആ വോയിസിൻ്റെ കാര്യം അവൾ ഓർത്തു. അവനെ എങ്ങാനും കണ്ടുമുട്ടുകയോ അവനോട് സംസാരിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ വെച്ചേക്കില്ല നിൻ്റെ കുടുംബത്തെ അടക്കം. ഓർത്തോ. അയാളുടെ ആ ഒരു വാക്കുകൾ നുസൈബയുടെ ചെവിയിൽ തുളച്ചു കയറി. അവളുടെ ഹൃദയം പൊട്ടിപ്പോയി, കണ്ണുകൾ നിറഞ്ഞു. അവൾ മുഖം പൊത്തിക്കൊണ്ട് അതാ റൂമിലേക്ക് നടക്കുന്നു. അവൾ പൊട്ടി പൊട്ടി കരഞ്ഞു, ആരും കാണാതെ. അല്ലാഹുവേ റഹ്മാനെ, ഇതുവരെ എത്ര സന്തോഷമായിരുന്നു. എന്നെ ഷമ്മാസിനെ പഠിച്ചോനെ നീ കാത്തുരക്ഷിക്ക്. ഞങ്ങളെങ്ങാനും ഒരുമിച്ചാൽ അവരെ ഇല്ലാതാക്കൂ. അതല്ലെങ്കിൽ എൻ്റെ ഉപ്പയെ. ഹേയ് അല്ലാ, ഞാൻ എന്താ ചെയ്യുക? എൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒന്നും നടക്കില്ലെങ്കിലും ആർക്കും ഒന്നും സംഭവിക്കാൻ പാടില്ല. ഷമ്മാസിനും ഒന്നും സംഭവിക്കരുത്, എൻ്റെ ഉപ്പാക്കും. അയാൾ എത്ര വലിയ തെറ്റ് ചെയ്താലും അയാൾ ഇറങ്ങും എന്നറിയാം. കാരണം അത്രക്കും പിടിപാടാണ് അയാൾക്ക്. വലിയ വലിയ ആളുകളോടൊക്കെ അത്രക്കും കൈക്കൂലി കൊടുത്ത് എല്ലാം ഇല്ലാതാക്കും. പഠിച്ചോനെ, പാവങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമല്ലേ? ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ ജീവിക്കാൻ കഴിയില്ലേ പഠിച്ച റബ്ബേ? നുസൈബ തേങ്ങിക്കരഞ്ഞു. ഉമ്മ അങ്ങോട്ട് വന്നു. മോളെ നുസേ, എന്താ പറ്റിയത്? ഉപ്പാൻ്റെ മുഖത്ത് സങ്കടം, ഈയും കരയാണല്ലോ. ഉമ്മ ഒന്നുമില്ല ഉമ്മ. എന്താ മോളെ പറയ്, നിങ്ങളൊക്കെ കരയുമ്പോൾ ഞാനായിട്ട്. ഉമ്മ, ആ ഹുസൈനാജി ഇറങ്ങിയിട്ടുണ്ടത്രേ. പടച്ച റബ്ബേ, അയാൾ ഇറങ്ങിയോ വീണ്ടും? അല്ല, അതിപ്പോൾ ഇത്ര പേടിക്കാമെന്നില്ലല്ലോ, നമ്മൾ വേഗം നിക്കാഹ് കഴിയല്ലേ ഇനി. ഉമ്മ അങ്ങനെയല്ല. അത് പറഞ്ഞ് മുഴുവിക്കാൻ നുസൈബക്ക് കഴിഞ്ഞില്ല. ഷമ്മാസിൻ്റെ കൂടെ നീ എങ്ങാനും ജീവിച്ചാൽ, നീ എങ്ങാനും അവൻ്റെ കൂടെ പോയാൽ, അവനോട് സംസാരിച്ചാൽ പിന്നെ ബാക്കി കാണിച്ചു തരാം. അവന് വെച്ചേക്കില്ല, ഇവിടെ നിന്ന് ഇല്ലാതാക്കും എന്നുള്ള. പഠിച്ചോനെ, എന്താ ഞാൻ ചെയ്യാം? നിക്കാഹിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും എല്ലാവരോടും പറച്ചിലും എല്ലാം കഴിഞ്ഞിരുന്നു. ഇനി ഡേറ്റ് ഫിക്സ് ചെയ്യുക, നിക്കാഹ് ഉറപ്പിക്കുക, അതേ ഉള്ളായിരുന്നു. എന്താ ഇപ്പോൾ ചെയ്യുക? അയാൾ അറിയില്ല, ജീവിക്കാൻ സമ്മതിക്കോ അറിയില്ല. പാവം, ഇനി അതിൻ്റെ അടുത്ത ഇര ഷമ്മാസായിരിക്കും. ഒരിക്കലും പാവത്തിന് റബ്ബേ ഒന്നും ചെയ്യാൻ തോന്നരുതേ. അത്രക്കും നല്ലൊരു സൽസ്വഭാവിയായ ആളാണ് ഷമ്മാസ്. എൻ്റെ കാരണം കൊണ്ട്
അവൻ്റെ ജീവിതം ഇല്ലാതാകാൻ പാടില്ല. അവനൊരു നഷ്ടങ്ങളും വരാൻ പാടില്ല. ഹേയ്, എൻ്റെ ഷമ്മാസ് ഇല്ലാത്തൊരു ജീവിതം, ഹേയ്, അത് ആലോചിക്കാൻ കൂടി കഴിയില്ല. പിന്നെ എൻ്റെ ഉപ്പയുടെ നേർക്കാണ് അയാളുടെ അടുത്ത കണ്ണ്. എൻ്റെ ഉപ്പയെ എന്ത് ചെയ്യാനും അയാൾ മടിക്കില്ല. പഠിച്ചോനെ, സുഖകരമായൊരു ജീവിതം ഷമ്മാസിൻ്റെ കൂടെ അത് ഞാൻ ആഗ്രഹിച്ചതാണ്. അത് എനിക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഷമ്മാസ് എന്നേക്കുമായി എന്നെ വിട്ടു പോകും എന്നുള്ള ഒരവസ്ഥ വരികയാണെങ്കിൽ എന്തിനാ പഠിച്ചോനെ അങ്ങനൊരു ജീവിതം? ഒരിക്കലും ഒരു വിധവയായി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഉപ്പയില്ലാത്ത മകളായി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പഠിച്ച റബ്ബേ, എന്താ ഞാൻ ചെയ്യേണ്ടത്? എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ലല്ലോ. ഷമ്മാസിനെ ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി, ഒരുപാട് സ്നേഹിച്ചു പോയി, ഒരുപാട് തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതുവരെയായിട്ട് അത്രയ്ക്ക് ഹാപ്പിയായിരുന്നു. ഇനി നാളെ ഷമ്മാസ് ഷോപ്പിലേക്ക് പോകുമ്പോൾ പാവം ഒന്നും അറിയില്ല. എത്രയോ ആളൊഴിഞ്ഞ സ്ഥലങ്ങളിലൂടെ ആയിരിക്കും പോവുക. ഏത് രീതിയിലും ചതിയിലെ ഷമ്മാസിനെ ഉപദ്രവിക്കാൻ പറ്റുള്ളൂ. അതാണ് സംഭവിച്ചതും. അന്ന് ചതിയിൽ കീഴ്പ്പെടുത്തുക, അല്ലാതെ മുന്നിൽ വന്ന് ഉപദ്രവിക്കാൻ കഴിയില്ല എന്നെനിക്കറിയാം. ചതിയിലൂടെ എന്തെങ്കിലും ചെയ്യാം. അന്ന് പറഞ്ഞു കേട്ടില്ലേ, 2 പിഞ്ചു മക്കളെയുമായി ഒരു പെണ്ണ് വഴിയരികിൽ നിൽക്കുകയാണ്. ആ കുഞ്ഞുങ്ങൾ കരയുന്നുണ്ട്, എല്ലാ വണ്ടിക്കും കൈ കാട്ടുന്നുണ്ട്. അങ്ങനെ ഷമ്മാസിൻ്റെ വണ്ടിക്കും അതാ കൈ കാട്ടി. അവൻ ദയയോടെ അവരെ അതിലേക്ക് കയറ്റുവാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ആ കുഞ്ഞിനെ വാരിയെടുത്തപ്പോഴേക്കുമാണ് തലക്ക് വലിയൊരു ക്ഷതമേറ്റത്. അതെ, പിന്നിൽ നിന്ന് ഉപദ്രവിച്ചു. പിന്നെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി. വാഹനം ഒന്നും കിട്ടിയില്ല. അല്ലാ, ഇതൊക്കെ എന്നെക്കൊണ്ടാണല്ലോ ഷമ്മാസിന് വന്നത്. ഞാൻ എന്താ ചെയ്യുക? ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ഒരു കാഴ്ച കാണാൻ, അങ്ങനെ ഒരു വാർത്ത കേൾക്കാൻ. ഒരിക്കലും. അല്ലാഹുവേ, എൻ്റെ ജീവിതം മരിക്കുവോളം ഇങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കുവാനാണെങ്കിലും ഞാൻ തയ്യാറാണ്. എന്നാലും ഷമ്മാസിന് ഒന്നും പറ്റരുത്. എൻ്റെ കാരണം കൊണ്ട് അവൻ സുഖത്തോടെ ജീവിച്ചോട്ടെ. ഞാൻ അവൻ്റെ ജീവിതത്തിലേക്ക് പോകുകയാണെങ്കിൽ അവന് പ്രശ്നങ്ങൾ മാത്രമായിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്നും ഒറ്റയ്ക്ക് ജീവിക്കാം. അതായിരിക്കും എൻ്റെ വിധി. അവൻ നല്ല രീതിയിൽ മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിച്ച് ജീവിച്ചോട്ടെ. ഞാനും ഷമ്മാസും ഒരുമിക്കുമ്പോഴാണല്ലോ ഹുസൈനാജി പ്രശ്നവുമായി മുന്നോട്ട് വരിക. അതില്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാ, ഇല്ലാതാക്കും എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. പഠിച്ചോനെ റഹ്മാനെ, നീ ഉണ്ടല്ലോ കൂടെ. എങ്ങനെയാണ് സമാധാനത്തിൽ ജീവിക്കുക എനിക്കറിയുന്നില്ല. പാവം ഉമ്മ. ഞാനാണ് ഷാമോൻ്റെ പെണ്ണെന്നറിഞ്ഞപ്പോൾ എൻ്റെ ഉമ്മ ഒരുപാട് സന്തോഷിച്ചു. അത്രക്കും എൻ്റെ ഉമ്മ സന്തോഷിച്ചിട്ടുണ്ടാവില്ല. പാവം, ഇതൊക്കെ അറിയുമ്പോൾ അവരുടെ സന്തോഷമെല്ലാം കെട്ടടങ്ങും. ഇല്ല, ഇതുപോലെ നിൽക്കട്ടെ. ഞാനായിട്ട് അവൻ്റെ ജീവിതം ഇല്ലാതാക്കില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. നുസൈബ കരയുകയാണ്. ഉമ്മ അവളെ ആശ്വസിപ്പിക്കുന്നു. മോളെ, അയാളങ്ങനെ ഇറങ്ങി അയച്ചിട്ട് നമുക്കിപ്പോൾ എന്താ? നമുക്കൊരു ചുക്കും വരാല്ല. അതേ, അങ്ങനെയൊന്നും ഇവിടെ ചെയ്യാനൊന്നും പറ്റൂല. ഉമ്മ, എല്ലാം പറ്റും. എല്ലാത്തിനും അതിനനുസരിച്ചുള്ള കൈക്കൂലൊക്കെ വാങ്ങുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതിനാണോ ആളെ കിട്ടാത്തത്? ഒരിക്കലും ഇല്ലമ്മ. അയാളെ സത്യം പറഞ്ഞാൽ അയാളെ ഭൂമിയിൽ നിന്ന് ഇല്ലാതാകുന്നവരെ എനിക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ല. അയാളുടെ ലക്ഷ്യം എന്നെ എങ്ങനെയെങ്കിലും ആ വീട്ടിലെത്തിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അയാളുടെ കൂടെയുള്ള ജീവിതം, ഹേയ്, ഒരിക്കലുമില്ല. എനിക്ക് ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല. അതും എൻ്റെ ബാപ്പയുടെ പ്രായമുള്ള ഒരാളെ. എന്താപ്പോൾ? മോളെ, ഈ സമാധാനപ്പെട്. അങ്ങനെയൊന്നും ഇല്ലല്ലോ. അന്നെന്തായാലും ഷമ്മാസിന് ഇഷ്ടമാണല്ലോ. പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഷമ്മാസിൻ്റെ നിക്കാഹ് അറിയാതെ അങ്ങ് നടത്തുക. എന്നിട്ട് ഈ ഇവിടെ നിൽക്കുക. ഷമ്മാസ് ഇങ്ങോട്ട് വരിക. അതല്ലേ നല്ലത്? ഷമ്മാസിന് ആഗ്രഹം ഉണ്ടാകുമ്പോഴൊക്കെ, നിന്നെ കാണണം തോന്നുമ്പോഴൊക്കെ ഇങ്ങോട്ട് വന്നോട്ടെ. അല്ലാതെ നിന്നെ അവൻ്റെ കൂടെ പറഞ്ഞേക്കാൻ എനിക്ക് പേടി തോന്നുന്നു. എന്തൊക്കെയാവുന്നാവോ? ഉമ്മ എത്രയെന്ന് വിചാരിച്ച് പേടിച്ച് ജീവിക്കും? അതൊന്നും ഒരിക്കലും നടക്കില്ല ഉമ്മ. വേണ്ടുമ്മ, അവരൊക്കെ രക്ഷപ്പെട്ടോട്ടെ. എൻ്റെ കാരണം കൊണ്ട് ഒരാൾക്ക് ഒന്നും പറ്റരുത്. അവർ നല്ല രീതിയിൽ വേറൊരു പെണ്ണിനെയും കല്യാണം കഴിച്ച് ജീവിച്ചോട്ടെ. എന്നാൽ അവർക്ക് നല്ല ജീവിതം കിട്ടും. അല്ലാതെ എന്നെ കല്യാണം കഴിച്ചാൽ കാലാകാലം പേടിയായിരിക്കും.
പേടിച്ച് ജീവിക്കേണ്ടി വരും. മോളെ, ഈ എന്തൊക്കെയാ പറയണത്? എൻ്റെ കല്യാണമൊക്കെ ഉറപ്പിച്ച് ഒക്കെ റെഡിയാക്കി നിക്കാഹിന് വേണ്ടി ഒരുങ്ങുമ്പോഴാണോ ഈ ഇങ്ങനെയൊക്കെ പറയണത്? വേറെ ആരെങ്കിലും ഓൻ കെട്ടിക്കോട്ടെ എന്ന്? ഉമ്മ, എനിക്ക് ആഗ്രഹമില്ലായിട്ടല്ല. എനിക്ക് ഈ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടമുള്ള ആൾ ഷമ്മാസാണ്. പക്ഷേ സമ്മതിക്കില്ലല്ലോ ജീവിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അവർ രക്ഷപ്പെട്ടോട്ടെ. എൻ്റെ മനസ്സിൽ വേദനകൾ ഒരുപാടുണ്ടാകും. വേദനിച്ച് ഞാൻ അതെല്ലാം സഹിക്കും. ഒന്ന് ഞാൻ സഹിച്ചതല്ലേ, ഇതും അതുപോലെ സഹിക്കാം. എങ്കിലും എന്നെക്കൊണ്ടൊരാൾക്ക് ഒരു വിഷമം വരാൻ പാടില്ല. ഞാനത് ഷമ്മാസിനോട് തുറന്ന് പറയണമ്മ. എനിക്കിനിയും കഴിയില്ല. മോളെ, ഈ വിഡ്ഢിത്തരം പറയല്ലേ കേട്ടോ. ഇതുവരെയൊക്കെ ആയിട്ട് എല്ലാവരോടും പറഞ്ഞ് റെഡിയാക്കിയിട്ട് ഒക്കെ സെറ്റായി കല്യാണമൊക്കെ ആയി വന്നപ്പോൾ, അതും എൻ്റെ ഇഷ്ടപ്പെട്ട എൻ്റെ അമ്മായിമ്മന്നെയാണ് അവിടെ ഉള്ളത്. അങ്ങനെയൊക്കെ ആയി വന്നപ്പോൾ എൻ്റെ വർത്താനം എന്താത്? ഒരാൾ ജയിലിൽ നിന്ന് ഇറങ്ങി അടിച്ചിട്ട് കണ്ട് ഈ ഇത്ര പേടിച്ചിട്ട് ഓനെ ഒഴിവാക്കേ? എന്ത് പൊട്ടത്തിനാടി ഈ പറയണത്? അതെ, ഓനെ പോലത്തെ ഒരു ചെക്കനെ എവിടെ നിന്ന് കിട്ടും നമുക്ക്? അത് നഷ്ടപ്പെട്ടാൽ പോയിട്ടോ. ഉമ്മ, അതൊക്കെ ശരിയായിരിക്കും. പക്ഷേ സമാധാനമില്ലാത്ത ജീവിതം അത് എന്തിനാ ഉമ്മ ഓരോരുത്തർക്ക് നമ്മൾ കൊടുക്കണത്? എൻ്റെ കാരണം കൊണ്ടല്ലേ അയാൾ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പറയണത്? അവനെ ഇല്ലാതാക്കുമെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എങ്ങനെ സംഭവിച്ചാൽ എന്തായിരിക്കും ഉമ്മ അവസ്ഥ? പിന്നെ എന്താ ഞാനിവിടെ ജീവിച്ചിട്ട് കാര്യം? അതുകൊണ്ടാണ് മോളെ, ഈ സമാധാനപ്പെട്. ഈ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കല്ലേ ഇപ്പോൾ. അയാൾ ഇറങ്ങിക്കണമെങ്കിൽ അയാളെ അതിൻ്റെ പാട്ടിനാണ്ട് പോയിക്കോളും, അല്ലാതെ എൻ്റെ പിന്നാലെ വരുമൊന്നുമില്ല. എനിക്കത് എത്ര പേടി? ഉമ്മ, എനിക്ക് സമാധാനമില്ല. അതുകൊണ്ടാണ് എനിക്ക് ഒറ്റയ്ക്ക് പുറത്തിറങ്ങി പോകാൻ പറ്റില്ല. അയാൾ എന്നെ പിന്തുടരും, അതെനിക്ക് ഉറപ്പുണ്ട്. അതുമാത്രമല്ല, കൂടെ വേറെ ആരൊക്കെ ഉണ്ട് എന്നൊരു സംശയപ്പുണ്ട് എനിക്ക്. അങ്ങനെയാണെങ്കിലേ എൻ്റെ നിക്കാഹ് പെട്ടെന്നാണ് കഴിക്കും. എന്നിട്ട് ഷമ്മാസിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നത് വാങ്ങേണ്ടി വരും. പ്രായമുള്ള ആളൊന്നും നോക്കൂല. ഓനെ ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ ഏത് ആണുങ്ങളും, അതുമല്ല സ്വന്തം ഭാര്യനെ ആരെയും തൊട്ട് കഴിഞ്ഞാൽ പിന്നെ ആർക്കും വല്ലാതൊരു ആ ഒരു പാവത്തരൊന്നും ഉണ്ടാവില്ല. എല്ലാവരും സ്ട്രോങ് ആണൊരു സംഭവമാണ്. സ്വന്തം ഭാര്യൻ്റെ നേരെ ഒരാൾ എന്തെങ്കിലും പറയുക, അല്ലെങ്കിൽ അനാവശ്യം പറയുക, അവരെ തൊട്ട് കളിക്കുക, അല്ലെങ്കിൽ അവരോട് എന്തെങ്കിലും പറയുക, വാക്കുകൾ വേണ്ടാത്തത് എന്തെങ്കിലും പറഞ്ഞാലേ അത് ഏത് ആണുങ്ങൾക്കും ചൊറിഞ്ഞു വരുന്ന സംഭവമാണ്. ഒരാണും വിട്ടുകൊടുക്കില്ല. സ്വന്തം ഭാര്യയ്ക്കെതിരെ, ഭാര്യൻ്റെ നേർക്ക് ഒരു ആണെന്തെങ്കിലും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കെട്ടിയ മാപ്പിള സഹിക്കൂല. അത് എത്ര പാവങ്ങളാണെങ്കിലും എത്ര ക്ഷമയുള്ളവരാണെങ്കിലും ആ കാര്യത്തിൽ ക്ഷമിക്കാൻ കഴിയൂല. ഈ നോക്കിക്കൊണ്ടേ എൻ്റെ നിക്കാഹ് കഴിഞ്ഞിട്ട് നിങ്ങളെ നേർക്കെങ്ങാനും ഷമ്മാസ് എൻ്റെ നേർക്കെങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ ഷമ്മാസിൻ്റെ ആ ഒരു തനി സ്വഭാവം തിരിച്ചറിയാം. ഹുസൈനാജി അല്ല, ഏത് ആജിയാണെങ്കിലും അന്നൊന്ന് തൊടാനോ അല്ലെങ്കിൽ എന്നോടെന്തേലും പറയാനോ വരട്ടെ, അപ്പം കാണാം. ഈ നോക്കിക്കൊണ്ടേ ഉമ്മ, അതിന് നേരിട്ട് മുന്നിലേക്കൊന്നും വരില്ല. ചതിയിലൂടെ അതേ അയാൾക്ക് നടക്കുള്ളൂ. ചതിയിലൂടെ കീഴ്പ്പെടുത്തുക. മുന്നിലേക്ക് വരില്ലല്ലോ. ധീരന്മാരല്ലേ മുന്നിലേക്ക് വരുള്ളൂ, ഭീരുക്കളല്ലേ പിന്നിലൂടെ വരിക. മോളെ, ഈ വിഷമിക്കണ്ടടി, ഈ ബേജാറാണ്ട. എന്തിനാ? അനക്ക് നല്ലൊരു കരുത്തുറ്റ ആണിനെ കൊണ്ട് തന്നെ നിക്കാഹ് കഴിപ്പിക്കാൻ നിൽക്കുകയാണ്. ഓനെ കണ്ടാൽ തന്നെ അറിയാം. ഓൻ്റെ കയ്യിൽ നിന്ന് രണ്ടെണ്ണം കിട്ടിയാലേ അവിടെ കിടക്കുള്ളൂ ഹാജിർ. എൻ്റെ മോളെന്തിനാ വിഷമിക്കണേ? ഒരു പേടിയും പേടിക്കണ്ട. എനിക്ക് സത്യം പറഞ്ഞാൽ സമാധാനമാണ്. കാരണം എൻ്റെ മരുമകന് ഷമ്മാസാണ് ആയി വരുന്നത്. ഓനെ എല്ലാവരും പോലെയല്ല, ഓൻ ഉഷറുള്ള ആൺകുട്ടിയാണ്. ഓനെ കണ്ടാൽ തന്നെ അറിയാം. ഉമ്മയുടെ ആ വാക്ക് കേട്ട് നുസൈബക്ക് അല്പം സമാധാനം തോന്നിയെങ്കിലും ചതിയിലൂടെ കീഴ്പ്പെടുത്തുന്ന ആളാണ് ഹുസൈനാജി എന്നറിഞ്ഞത് കൊണ്ട് തന്നെ അവൾക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. ഉമ്മ, സാരല്ല, പഠിച്ചവൻ എനിക്ക് വിധിച്ചിട്ടുണ്ടാവില്ല അങ്ങനൊരു വിവാഹം. അല്ലെങ്കിലും ചില പെൺകുട്ടികൾക്ക് വിവാഹ ജീവിതം ഉണ്ടാവില്ല. ഒന്നാമത്തത് അങ്ങനെയായി. ഒരു ഭർത്താവിൻ്റെ കൂടെ ഞാൻ ജീവിച്ചിട്ടുണ്ട്, എങ്കിലും ഒരിക്കലും ഒരു ഭാര്യയായി ഞാൻ ജീവിച്ചിട്ടില്ല ഉമ്മ. സത്യമായിട്ടും പേരിന് ഭാര്യ, അതുമാത്രം. ഇപ്പോഴിതാ രണ്ടാമത്തെ എല്ലാം ഒത്തു കഴിഞ്ഞ് വന്നപ്പോൾ ഇപ്പോഴിതാ അയാൾ ഇറങ്ങി എന്നുള്ള വാർത്തയും, ഇന്നല്ലെങ്കിൽ ഷമ്മാസിനെ എന്തെങ്കിലുമൊക്കെ ഉപദ്രവിക്കും എന്നുള്ള എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കല്ല, എനിക്ക് ഒരു ദാമ്പത്യ ജീവിതം ഒരു പക്ഷേ ഉണ്ടാവില്ലായിരിക്കും. സാരല്ലമ്മ, ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചോളാം. അങ്ങനെയുണ്ടല്ലോ എത്രയോ പെണ്ണുങ്ങൾ ജീവിക്കുന്നു. ഉമ്മ, വിവാഹമെന്ന സ്വപ്നം അത് വേണ്ടെന്ന് ഞാൻ വെച്ചിട്ട് ഞാൻ എൻ്റെ രീതിയിലേക്ക്, എൻ്റെ വഴിയിലേക്ക് ഞാൻ തിരിയും. ഞാൻ പഠിച്ച് എന്തെങ്കിലുമൊക്കെ നേടിയെടുത്ത്
ഒരു ജോലിയൊക്കെയായി ഒറ്റയ്ക്ക് ജീവിക്കും. എൻ്റെ ഉമ്മയും ഉപ്പയും എൻ്റെ അനിയത്തിമാരെയും ഒക്കെ നോക്കും. ഉറപ്പാണുമ്മ. മോളെ അങ്ങനെയൊന്നും പറയല്ലേ. ഒരാണിൻ്റെ തണിയില്ലാത്ത ജീവിതം ഉമ്മ. ഹേയ്, അങ്ങനെയൊന്നുമില്ല. ആണുങ്ങളില്ലാത്ത എത്രയോ പെണ്ണുങ്ങൾ ജീവിക്കുന്നുണ്ട്, സ്വന്തം കാലിൽ നിൽക്കാൻ പഠിച്ചവർ. പക്ഷെ ഒരിക്കലും ഈ ഒരവസ്ഥയിൽ എനിക്കത് പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തൊക്കെ തന്നെയാലും റിസൾട്ട് അറിഞ്ഞാൽ ഞാനത് പഠിച്ച് നേടിയെടുക്കും. എന്നിട്ട് എൻ്റെ ലക്ഷ്യസ്ഥാനം പൂർത്തിയാക്കും. എന്നിട്ട് ഒറ്റയ്ക്ക് ജീവിക്കും. അത് ഒരാണിൻ്റെ ഒന്നും സഹായമല്ലാതെ എൻ്റെ ഉമ്മയും ഉപ്പയും കുടുംബത്തേക്ക് നോക്കിക്കൊണ്ട്. ഉമ്മ, അതിനെനിക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അല്ലാതെ ഒരു ദാമ്പത്യ ജീവിതം അതെനിക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അയാൾ ഇവിടെ ഉള്ളിടത്തോളം കാലം എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല, എനിക്ക് ഉറപ്പുണ്ടുമ്മ. മോളുടെ ആ ഒരു കരുത്തുറ്റ വാക്കുകൾ കേട്ട് ഉമ്മാക്ക് വല്ലാതെ അങ്ങ് സങ്കടമായി. മോളെ, ആര് പറഞ്ഞു? ഇല്ല, എൻ്റെ കുട്ടിക്ക് കല്യാണം നടക്കും, റാഹത്തായി. ഈ ഉമ്മയാണ് പറയണത്. ഈ ഉമ്മ പടച്ച റബ്ബിനോട് തേടുകയാണ് എൻ്റെ കുട്ടിക്ക് ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ കുട്ടിയെ കെട്ടാൻ പോകുന്ന ചെക്കൻക്കും ഒന്നും സംഭവിക്കരുത്. ഹേയ്, എൻ്റെ കുട്ടി വിഷമിക്കണ്ട, ബേജാറാവണ്ട. ഉമ്മ, ഞാൻ സ്വപ്നമെല്ലാം ഒരുപക്ഷെ അവിടെ പൂട്ടിവെച്ച് കഴിയേണ്ടി വരും. എൻ്റെ വിവാഹ ജീവിതം, കുടുംബജീവിതം അതൊന്നും എനിക്കുണ്ടാവില്ല. ഞാൻ ജീവിക്കും, എങ്കിലും നിങ്ങൾക്ക് വേണ്ടിയൊക്കെ ഞാൻ ജീവിക്കും. എൻ്റെ സന്തോഷങ്ങളെല്ലാം മറന്ന്, എൻ്റെ സ്വപ്നങ്ങളെല്ലാം വെടിഞ്ഞുകൊണ്ട് ഞാൻ ജീവിക്കും ഉമ്മ, സത്യമായിട്ടും. നുസൈബ വിതുമ്പി കരഞ്ഞു. ഉമ്മാക്കത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായി. പഠിച്ചവനെ, എൻ്റെ കുട്ടി വല്ലാത്തൊരു വിധിയായിപ്പോയി. ഒന്നാമത്തതാണെങ്കിൽ അങ്ങനെയായിപ്പോയി. ഇപ്പോഴത്തെ രണ്ടാമത്തത് ഒത്ത് റെഡി വന്നപ്പോഴേക്കും അവൻ ഇറങ്ങി. അവൻ ജീവിക്കാൻ സമ്മതിക്കൂലെന്നോ അങ്ങനെയൊക്കെയാണല്ലോ പറഞ്ഞത്. ആർക്കറിയാം, ഓളാണെന്ന് പറഞ്ഞത്. ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചെങ്ങാനും ജീവിക്കേ, അല്ലെങ്കിൽ ഒരുമിച്ച് നിങ്ങളെ കാണേ, അവനെ നീ കാണേ, എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വെച്ചേക്കില്ല, അവൻ ഇവിടെ നിന്ന് ഇല്ലാതാക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാ, എന്തപ്പോൾ ഞാൻ ചെയ്യുക? ഹുസൈനാജി പുറത്തിറങ്ങിയ വിവരം ഹുസൈനാജിയുടെ ഭാര്യയും മകൻ അസ്കറും ഒന്നും അറിഞ്ഞിട്ടില്ല. അവർ നല്ല സന്തോഷത്തോടു കൂടി അവിടെ ജീവിക്കുകയാണ്. അസ്കറിന് ഷിഫിയെ എങ്ങനെയെങ്കിലും നിക്കാഹ് കഴിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ അവളുടെ സമ്മതം അത് കിട്ടിയിട്ടുമില്ല, അവനത് അറിയിച്ചിട്ടുമില്ല. ഒരു പക്ഷേ നേരിട്ട് പറഞ്ഞാലോ എന്നൊക്കെ ആഗ്രഹിച്ച് സന്തോഷത്തോടു കൂടി ഷമ്മാസിൻ്റെയും നുസൈബയുടെയും വിവാഹം കഴിയുമ്പോൾ അവരുടെ കൂടെ തന്നെ അസ്കറിൻ്റെയും ഷിഫയുടെയും വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് അസ്കർ. അവൻ മനസ്സിൽ വിചാരിക്കുന്നു, പഠിച്ചോനെ, ഹൈറാണെങ്കിൽ ഞങ്ങളുടെ 4 പേരുടെയും വിവാഹം ഒരുമിച്ച്, അത് വല്ലാത്തൊരു സന്തോഷമായിരിക്കും. അവളുടെ ബെസ്റ്റ് ഫ്രണ്ടായ നുസൈബയുടെ ബെസ്റ്റ് ഫ്രണ്ടായ ഷിഫ, അവർ രണ്ടുപേരും ഒരേ പന്തലിൽ മംഗല്യവതികളായാൽ എത്ര ഭംഗിയായിരിക്കും അത് കാണാൻ. പക്ഷേ ഷിഫയോടൊന്ന് ചോദിച്ചു നോക്കണം ശരിക്കും. ഷിഫ, നിനക്കെന്നോട് ഇഷ്ടമുണ്ടോ? എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, ഞാൻ നിന്നെ നിക്കാഹ് കഴിച്ചോട്ടെ എന്നുള്ളത് ചോദിക്കണം. പക്ഷേ ചോദിക്കാൻ അങ്ങോട്ട് ധൈര്യം വരുന്നില്ല. ഷിഫ അവളോട് അതങ്ങനെ അങ്ങ് പറയാൻ തോന്നുമില്ല. കാരണം അവൾ അല്പം സ്ട്രോങ് ആണ്. അത്ര ഒരു പാവം പെണ്ണൊന്നുമല്ല, എല്ലാ കാര്യത്തിനും ഉഷാറൊക്കെ ഉള്ളത്. എനിക്ക് ഏതായാലും ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം മറ്റൊന്നുമല്ല, എല്ലാം കൊണ്ടും പിന്നെ എൻ്റെ ഉമ്മയെ നല്ല രീതിയിൽ അവൾ നോക്കുന്നുണ്ട്. എല്ലാം കൂടി ആയപ്പോൾ സത്യം പറഞ്ഞാൽ ഷിഫയുടെ മുഖം എൻ മനസ്സിലേക്ക് തെളിഞ്ഞു വരികയാണ്. എന്തൊക്കെയായാലും വേണ്ടില്ല, ഒന്ന് മെസ്സേജ് അയച്ച് നോക്കാം, അല്ലെങ്കിൽ നേരിട്ട് ചോദിച്ചാലോ, അതായിരിക്കും നല്ലത്. അന്ന് വൈകുന്നേരം ഷിഫ വരുന്നതും കാത്ത് അസ്കർ അവിടെ തന്നെ നിൽക്കുകയാണ്, അവിടെയുള്ള ഗാർഡനൊക്കെ നനച്ചുകൊണ്ട്. പെട്ടെന്ന് ഷിഫ അങ്ങോട്ട് കയറി വന്നു. ഹായ് ഷിഫ. ആ അസ്കുക്ക, എന്തൊക്കെ നനക്കുകയാണോ? തിരി, ഞാൻ നനക്കാം. അവൾ ആ പൈപ്പ് വാങ്ങുന്നു. ഹേയ് വേണ്ട പെണ്ണെ, ഞാൻ നനച്ചോളാം, ഇതൊക്കെ അതിനകത്തല്ലേ ഉള്ളൂ, എന്തെങ്കിലുമൊക്കെ ഒരു ഡ്യൂട്ടി വേണ്ടേ? ഓ അസ്കുക്ക, പിന്നെ എന്തൊക്കെയാണ്, സുഖല്ലേ? എന്താടി നിന്നെ കളിയാക്കുകയാണോ? അല്ലേ, നിങ്ങൾ ഇങ്ങനെ ഫ്രീ ആയി നിൽക്കുകയാകുമ്പോഴേ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം. എന്താ അറിയില്ല. എന്നാൽ പിന്നെ നീ നനക്കേണ്ടി വരും കേട്ടോ ചെടികളൊക്കെ. ഞാൻ ഗൾഫിലേക്ക് പോവാണ്, നീ നോക്കില്ലേ എൻ്റെ ഉമ്മാനെ? എനിക്ക് അവിടെ സ്റ്റാഫിൻ്റെ കാര്യം നോക്കാണ്ട്, ഫാർമസിയിൽ എത്താണ്ട്, അങ്ങനെ ഒരുപാട് തിരക്കുണ്ട്. അതൊക്കെ ഒഴിച്ച് എൻ്റെ ഉമ്മാക്ക് വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്.
അപ്പോൾ നീ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലേ? അങ്ങനെയൊന്നുമില്ല. എന്നാലും മകനും കുറച്ചൊക്കെ ഉമ്മയെ നോക്കണം കേട്ടോ. അങ്ങനെ ആകുമ്പോഴാണ് ഉമ്മയുടെ ആ ഒരു സന്തോഷം പൂർണ്ണമാകുള്ളൂ. ഷിഫ, എന്താ അസ്കുക്ക? ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ? എന്നോടോ? എന്നോടൊപ്പം ഇതുവരെ ചോദിച്ചതൊക്കെ കാര്യമല്ലേ? അങ്ങനെയല്ല, ഞാൻ ശരിക്കും ആത്മാർത്ഥമായിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇതൊരിക്കലും തമാശയല്ല. എന്താ എന്താ അസ്കുക്ക? അല്ലേ, ഞാൻ നിന്നോട് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയുന്നില്ല. പക്ഷേ പറയൂ. എന്താ ഇപ്പോൾ പറയാൻ എത്ര മടി? പറഞ്ഞോളൂ. മുഖത്ത് നോക്കി പറയാൻ മടിയാണോ? അല്ല, അങ്ങനെയല്ല ഷിഫ. എനിക്ക് നിന്നെ എന്താ അസ്കുക്ക മുഴുവനാക്കാത്തത്? അതില്ലേ, ഞാൻ എങ്ങനെ പറയണമെന്ന് എനിക്കറിയുന്നില്ല. ഇതേതോ പണ്ടത്തെ പഴയതോ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഡയലോഗ്. എനിക്ക് വയ്യ, ഞാൻ പോട്ടെ. ഉമ്മയുടെ അടുക്കിലേക്ക് ഷിഫ അതാ ഓടിയെത്തുന്നു. മോളെ, ഞാനും വിചാരിച്ചു വൈകുന്നേരമായിട്ട് എന്താ മോളെ കാണാത്തതെന്ന്. ഞാൻ വന്നല്ലോ, അവിടെ ഗസ്റ്റ് വന്നിരുന്നേ. അപ്പോൾ അവരെ ചായം വെള്ളം ഉണ്ടാക്കലും പിന്നെ അവരെ സംസാരിച്ചിരിക്കലും പിന്നെ അവർ പോയി അവിടെ ക്ലീൻ ചെയ്ത് അങ്ങനെ ഇങ്ങോട്ട് വന്നതാണ്. എല്ലാം എന്തൊക്കെ വർത്താനത്ത് രാത്രിക്കത്തെ ഫുഡ് എന്താ? രാത്രി മോൻ പറഞ്ഞ് എന്തെങ്കിലും ഓർഡർ ചെയ്യാം എന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഞാനുണ്ട് കേട്ടോ. മോളെ, ആയിക്കോട്ടെ, സന്തോഷമുള്ളൂ. മോള് ഒക്കെ കഴിച്ചിട്ട് പോയാൽ മതി. അല്ല, ഇവിടെ നിൽക്കുക. ഞാനിവിടെ നിൽക്കുന്നത് ശരിയല്ല കേട്ടോ. പുര നിറഞ്ഞ് നിൽക്കുന്ന ഒരാണ് ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ നിൽക്കുന്നത് ശരിയല്ലല്ലോ. ഇല്ലാത്തൊന്ന് ഞാൻ എന്നും ഉമ്മയുടെ കൂടെ നിന്നിരുന്നില്ലേ. ഇനിയും അസ്കുക്കൊക്കെ പോയിട്ട് ഇൻഷാ അല്ലാ ഞാൻ നിൽക്കാനൊക്കെ വരണ്ട കേട്ടോ. മോളെ, അതെന്താ? അസ്കർ ഇവിടെ ഉണ്ടാകുമ്പോൾ എനിക്ക് നിൽക്കാൻ പറ്റൂലേ? അതെങ്ങനെ പറ്റും? മോളെ, അത് നമുക്കങ്ങോട്ട് പറ്റിച്ചാലോ? എന്താ പറയണത്? പറ്റിക്കേ? അതെങ്ങനെ? അതൊക്കെ ഉണ്ട്. അസ്കറുള്ള സമയത്തും എനിക്കിവിടെ ജീവിക്കണം, എനിക്കിവിടെ കഴിയണമെന്നുണ്ടെങ്കിൽ ഒരു പണിയുണ്ട്. എന്താ? അതൊക്കെ ഉണ്ട്. എനിക്ക് പറ്റുമോ? അതാദ്യം പറയണം. ആദ്യം എൻ്റെ സമ്മതം കിട്ടണം, എന്നാലും ഞാനത് പറയുള്ളൂ. എന്താ വെച്ചാൽ പറയും. അതെ, ഞാൻ എൻ്റെ കുട്ടീനെ എൻ്റെ മരുമകളാക്കാൻ തീരുമാനിക്കുകയാണ്. എന്താ നിങ്ങളീ പറയുന്നത്? ഉമ്മയുടെ ആ കവിളിലൊരു നുള്ളു കൊടുത്തുകൊണ്ട് ഷിഫ അതാ പുറത്തേക്ക് ഇറങ്ങുന്നു. എന്താന്നില്ല, നിങ്ങളെ തമാശക്കൊന്ന് മാറ്റി പിടിക്കട്ടോ. എന്നാലും ഞാൻ പിന്നെ പോയിട്ട് വരാം, ഓക്കെ? അല്ല മോളെ, ഭക്ഷണം കഴിച്ചിട്ട് പോവാ. ഞാനിത് പറഞ്ഞിട്ടാണ് പോണത്. അല്ല ഒന്നുമില്ല, ഉമ്മാൻ്റെ ഒരു തമാശ. എന്താ സ്കുക്ക, ചെടി നനച്ച് കഴിഞ്ഞില്ലേ? എന്താടി നീ ഇത്ര പെട്ടെന്ന് പോവാണോ? പോവല്ലേ, രണ്ട് വർത്താനൊക്കെ പറഞ്ഞിട്ട് പോവാലോ. പൊന്നാരസ്കുക്ക, സമയമല്ല, ഞാൻ പിന്നെ വരാം. ജസ്റ്റ് ഉമ്മയൊന്ന് കണ്ടുവരാമെന്ന് വിചാരിച്ചിട്ടാണ്. അല്ല പെണ്ണേ, ഒന്നവിടെ നിൽക്ക്. എന്തെങ്കിലുമൊക്കെ ഒന്ന് ചോദിക്കട്ടെ നിന്നോട്. എന്താ അതിന് മാത്രം ചോദിക്കാനുള്ളത്? എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമല്ലേ? അല്ല എങ്കിലും അവിടെ നിൽക്ക് പെണ്ണേ. പറയ്, എന്താ? എന്തൊക്കെയോ ഉമ്മാക്കും മോനോടൊക്കെ എന്നോട് പറയാനുണ്ടെന്നൊക്കെ തോന്നുന്നുണ്ട്. മോനക്ക് എന്താ പറയാനുള്ളത്? അതെ ഷിഫ, എൻ്റെ മുഖത്തേക്ക് നോക്ക്. എന്താ? കണ്ണുകളിലേക്ക് നോക്ക്. എൻ്റെ കണ്ണുകളിൽ നീ എന്തെങ്കിലും കാണുന്നുണ്ടോ? ഉണ്ട്, 2 കൃഷ്ണമണി കാണുന്നുണ്ട്. അല്ല എന്താ? അതിൽ നീയുണ്ടല്ലോ, കാണുന്നില്ലേ? സൂക്ഷിച്ച് നോക്ക്. എൻ്റെ ചിത്രം ഉണ്ടല്ലേ? ഫോട്ടോഗ്രാഫി അല്ലേ? പെണ്ണേ, എൻ്റെ കണ്ണിൽ മാത്രമല്ല കേട്ടോ നീയുള്ളത്, എൻ്റെ ഹൃദയത്തിലുണ്ട്. എന്താ സ്കുക്ക നിങ്ങളീ പറയുന്നത്? അത് കേട്ട് ഷിഫക്ക് നാണം വന്നു. അവൾ മുഖം പൊത്തിക്കൊണ്ട് അവിടെ നിന്നോടി. അസ്കറിന് ആകെ നാണമായി. പഠിച്ചവനെ, എന്തെങ്കിലും വിചാരിച്ചോ? പറയണ്ടില്ലായിരുന്നു. എൻ്റെ കണ്ണുകളിലുള്ളത് എൻ്റെ ഹൃദയത്തിലുണ്ടെന്ന് പറഞ്ഞത് എന്തെങ്കിലും കരുതിയാവോ? എന്നെക്കുറിച്ച് നെഗറ്റീവ് വിചാരിച്ചോ? ഉറമ്പേ, ചമ്മലായി. ഇനി എങ്ങനെ അവളുടെ മുഖത്തേക്ക് നോക്കും? അവൾ മറ്റു വല്ലവും തെറ്റിദ്ധരിച്ചോ ആവോ? എന്താ അറിയില്ല. അസ്കറിന് ആകെ ഒരു ടെൻഷനും കൺഫ്യൂഷനും സന്തോഷവും ഒരുമിച്ച് വന്നു. മൊത്തത്തിൽ അവളോട് കാര്യം പറഞ്ഞതിലും അവൾ ഏത് രീതിയിലാണ് അത് ഉൾക്കൊണ്ടിട്ടുള്ളത് എന്നുള്ള കാര്യത്തിലും അസ്കറിന് എന്തൊക്കെയോ തോന്നി. പറയണ്ടില്ലായിരുന്നു. അവൾ അങ്ങനത്തെ ഒരു കുട്ടിയൊന്നല്ല. എന്തായാലും എനിക്കാകെ ഇനി എങ്ങനെ അവളുടെ മുഖത്തേക്ക് നോക്കും? ഞാനൊന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ മനസ്സിലെ ഇഷ്ടം അവളോട് അങ്ങ് പറഞ്ഞതാണ്. സത്യമായിട്ടും എനിക്ക് ഷിഫയെ ഒത്തിരി ഇഷ്ടമാണ്. ഈ കാര്യം ഞാൻ ഉമ്മയോടും ഇതുവരെ പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഉമ്മാക്ക് എന്നോടൊന്ന് പറഞ്ഞൂടെ? എന്താ ഞാൻ ചെയ്യാം? മോനെ, അസ്കോ, ഉമ്മ വിളിക്കുന്നു. എടാ,
ആ ഫുഡ് ഓർഡർ ചെയ്ത് എത്തിയോ? നീ അതൊന്ന് കൊണ്ടുപോയി കൊടുക്കട്ടോ അവർക്ക്. ആ പെണ്ണ് ഓടി. പെണ്ണിനോട് ഞാൻ പറഞ്ഞു പോവല്ലേ, ഭക്ഷണം കഴിച്ചിട്ട് പോവാം. ഉമ്മ എന്നാൽ ഒന്നുകൂടി ഓർഡർ ചെയ്യാം, അവരുടെ വീട്ടിലേക്കൊന്നും നമ്മൾക്കൊന്നും. ഓക്കെ, എന്നിട്ട് ഞാനതങ്ങ് കൊണ്ടു കൊടുത്തേ പോരെ? ആ മതി മോനെ, അങ്ങനെയായാൽ മതി. എന്നാൽ പിന്നെ ഏറ്റവും സന്തോഷമായല്ലോ. അങ്ങനെ അതാ ഫുഡ് ഓർഡർ ചെയ്ത് അയാൾ ലൊക്കേഷൻ ചോദിച്ചൊക്കെ വിളിക്കുന്നു. അതുകൊണ്ട് ഷിഫയുടെ വീട്ടിലേക്ക് പോകണം. അന്ന് അസ്കർ തീരുമാനിക്കുകയാണ്, അതെ ഷിഫയുടെ കയ്യിൽ അത് കൊടുക്കണം. അവൾ വാങ്ങുകയാണെങ്കിൽ അവൾക്ക് എന്നോട് ഇഷ്ടമുണ്ട്, അതല്ല അവളുടെ ഉമ്മയാണ് വന്ന് വാങ്ങുന്നുണ്ടെങ്കിൽ അവൾക്ക് എന്നോട് ഇഷ്ടമല്ല. അങ്ങനെ തീരുമാനിക്കാം. അങ്ങനെ അതാ അസ്കർ അതിനു വേണ്ടി കാത്തു നിൽക്കുന്നു. ഇൻഷാ അല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഷിഫയ്ക്ക് അസ്കറിനോട് ഇഷ്ടമുണ്ടോ? അവളതിന് സമ്മതിക്കോ? അവനെ നിക്കാഹ് കഴിക്കാൻ ഷിഫ സമ്മതിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും.